പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ചെറിയൊരു വചനഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ. നമുക്കിത് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ഭാഗമാണ്. സീസറിന് നികുതി കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഭാഗമാണിത്. യേശുവിനെ വാക്കിൽ കുരുക്കാനായി, യേശുവിനെ ഏതെങ്കിലും രീതിയിൽ നഖപ്പെടുത്തുവാനായിട്ട് ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗുരു നീ സത്യവാനാണ്, എല്ലാം നന്നായി ചെയ്യുന്നവനാണ് എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ കുരുക്കാനായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞങ്ങളൊരു ചോദ്യം ചോദിക്കാം, സീസറിന് നികുതി കൊടുക്കുന്നത് ശരിയോ തെറ്റോ? അപ്പോൾ യേശു പറയുന്നൊരു വാക്ക് ഇതാണ്. 19-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കും. ഒരു നാണയം കൊണ്ടേ കൊടുക്കും. അപ്പോൾ യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിലുള്ള രൂപവും ലിഖിതവും ആരുടേതാണ്? അപ്പോൾ ആൾക്കാർ പറയും സീസറിൻ്റേത്. യേശു തിരിച്ചു പറയും, നമുക്കെല്ലാവർക്കും അറിയാം, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുവാൻ. എൻ്റെ ഭാഷയിൽ, എൻ്റെ വ്യക്തിപരമായി എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ തവണ തെറ്റിദ്ധരിക്കപ്പെട്ട് വ്യാഖ്യാനം ചെയ്യപ്പെട്ട വചനഭാഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഭാഗമാണിത്. പലപ്പോഴും ഈ ഒരു വചനഭാഗത്തെ എല്ലാവരും ദശാംശം കൊടുക്കുന്നത്, നികുതി, അല്ലെങ്കിൽ കർത്താവിൻ്റെ കാണിക്ക, അങ്ങനെ പല കാര്യങ്ങളിലാണ് നമ്മൾ ഇതിനെ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷെ ഇതിനകത്തൊരു വലിയ ആത്മീയ മർമ്മം ഒളിഞ്ഞു കിടപ്പുണ്ട്. യേശു ചോദിക്കുന്നത് എങ്ങനെയാണ്, ഈ നാണയത്തിലെ രൂപവും ലിഖിതവും, അതായത് ഇത് ഏത് ഇമേജാണ്, ആരുടെ ഇമേജ് ആണുള്ളതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ജനം പറയുന്നുണ്ട് സീസറിൻ്റെ ഇമേജ് ആണ്. സീസറിൻ്റെ ഇമേജ് ആണെങ്കിൽ സീസറിന് കൊടുത്തേക്കുക. എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ദൈവത്തിൻ്റെ ഇമേജിലുള്ളത് എന്തോ അത് ദൈവത്തിന് കൊടുക്കുക എന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ആയിരിക്കുന്നത് എന്തോ, ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഛായയിലും ആരെയാണോ എന്തിനെയാണോ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്താണ് അല്ലെങ്കിൽ ഏത് വ്യക്തിയാണ് ദൈവത്തിൻ്റെ രൂപകൽപ്പനയിൽ വന്നിരിക്കുന്നത്, അത് ദൈവത്തിന് തിരികെ കൊടുക്കാനാണ് പറയുന്നത്. ദൈവത്തിന് പൈസ കൊടുക്കുന്നല്ല പറഞ്ഞത്. എന്നെ കേൾക്കുന്ന നീയും നിന്നോട് സംസാരിക്കുന്ന ഞാനും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും രൂപം ചെയ്യപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ പൈസ കൊടുക്കാനല്ല, നമ്മളെ തന്നെ പരിപൂർണമായി ദൈവത്തിന് കൊടുക്കാനാണ് കർത്താവ് യേശു പറഞ്ഞത്. സമ്പത്തിനെ കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്. സമ്പത്ത് സെക്കൻഡറിയാണ്. ദൈവത്തിന് സമ്പത്ത് സെക്കൻഡറി മാത്രമാണ്. ദൈവത്തിന് പ്രൈമറി എന്ന് പറയുന്നത് നിങ്ങളും ഞാനുമാണ്. നമ്മളെയാണ് ദൈവത്തിന് ഏറ്റവും അത്യാവശ്യം. നമ്മളാണ് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആയിരിക്കുന്നത്. അപ്പം നമ്മളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള സമ്പത്തൊന്നും അല്ല, അതൊക്കെ സെക്കൻഡറി മാത്രമാണ്. നമ്മളെ പരിപൂർണമായി ദൈവം ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മകനെ നിന്നെ ദൈവം ആഗ്രഹിക്കുന്നു. ആരൊക്കെ നിന്നെ തള്ളി പറഞ്ഞാലും, ആർക്കൊക്കെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും, നിന്നെ കൊള്ളുന്ന ആരൊക്കെ പറഞ്ഞാലും, ഒരു കാര്യം അറിഞ്ഞോ, ദൈവത്തിന് നീ പ്രൈമറിയാണ്. കാരണം നീ ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിന്നെയാണ് ദൈവം കാക്ഷിക്കുന്നത്, നിന്നിലുള്ള നിന്റെ സമ്പത്തിനെയല്ല. ഈ ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നമുക്ക് നമ്മുടെ ജീവിതത്തെ പരിപൂർണമായി ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മുമ്പിൽ വ്യാപരിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയ പിതാവേ, നിന്റെ മക്കളെ, അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൽ ഇവർ നിറയട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും രൂപം ചെയ്യപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ മക്കൾ അങ്ങ് ആഗ്രഹിക്കുന്ന ജീവിതക്രമത്തിലേക്ക് മാറ്റപ്പെടട്ടെ. ഇവരുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ രൂപാന്തരപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. സകല പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. ബ്ലസ് ചെയ്യുന്നു പിതാവേ. സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യവും അവരുടെ സഹകരണവും സംരക്ഷണവും അങ്ങയുടെ മക്കളോട് കൂടെ ഇരിക്കട്ടെ. ബ്ലസ് ചെയ്യുന്നു. രോഗപീഠകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എന്നെ ആർക്കും വേണ്ട എന്ന് പറഞ്ഞ റിജക്റ്റഡ് മെൻറ്റാലിറ്റിയിൽ ജീവിക്കുന്ന വ്യക്തികളോട് കർത്താവ് പറയുന്നു, ദൈവത്തിന് തന്നെ ആവശ്യമുണ്ട്. നീ ദൈവത്തിൻ്റെ മാസ്റ്റർ പീസാണ്, ദൈവത്തിൻ്റെ ബെസ്റ്റ് ക്രിയേഷനാണ് നീ എന്ന് കർത്താവ് പറയുന്നു. ചില മാനസിക സംഘർഷങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. വാഹനം എടുക്കുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്ക് കർത്താവ് അതിനായി സഹായിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ പലപ്പോഴും അതിന് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവ് സുവിശേഷ വേലയ്ക്കായി വാതിലുകൾ തുറന്ന് ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ നാവായി മാറുവാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.